ഹായ് ഹലോ നമസ്കാരം മക്കളെ. ഈ ഒരു വീഡിയോ ഫോക്കസ് ചെയ്യുന്നത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഐ.ടിയിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗോ അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് എടുത്തിട്ടുള്ള സ്റ്റുഡൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞു നോക്കട്ടെ. ഓക്കെ അല്ലേ? ഗ്രാവിറ്റി ലേണിംഗ്സിന്റെ ഈ വർഷത്തെ ഐ.ടി സ്റ്റുഡൻസിന് അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അവർ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടാവും. ഓണ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടതാണ് സെലിബ്രേഷൻ മോഡൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി നമ്മുടെ കരിയർ ബേസ്ഡ് ആയിട്ട്, അതുകൊണ്ടാണ് നമ്മൾ പ്രൊഫഷണൽ ടെക്നിക്കൽ കോഴ്സ് എടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഇനി നമ്മുടെ പഠനം ഒന്നുകൂടി മെച്ചപ്പെടുത്തില്ല നല്ലൊരു ജോലിയിലേക്ക് എത്തിപ്പെടുക. അതാണ് നമുക്ക് ഇനി വേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ റെക്കമെൻഡ് ചെയ്യുന്നത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഐ.ടി ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എടുത്തിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കും വേണമെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ അവർ ഓട്ടോമൊബൈൽ എടുത്തിട്ടുള്ള മക്കൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട്, നിങ്ങളുടെ റിലേറ്റീവ്സിന് ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തുടങ്ങാം. നമ്മൾ ആദ്യം തന്നെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എന്താണെന്ന് പറഞ്ഞ പോലെ ഐ.ടിയിലെ നിലവിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകളാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യത്തെ MMB ആണ്, മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിൾ അല്ലേ. മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിൾ എടുത്തിട്ടുള്ള കുറേ കൂട്ടുകാർ നമ്മളെ ഈ കമന്റ് സെക്ഷനിൽ തന്നെ കുറേ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരായിട്ട് കുറേ ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഡീസൽ മെക്കാനിക്, പിന്നെ KGCയുടെ ഓട്ടോമൊബൈൽ, കേരള ഗവൺമെന്റ് നടത്തുന്ന ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇതിനെ ഞാൻ എന്താക്കാം, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആദ്യത്തെ ഈ ഒരു 2 ഭാഗം ഉണ്ടല്ലോ മക്കളെ, ഈ ഒരു 2 ഭാഗം അത് NCVT കോഴ്സും, അതിനുശേഷം മൂന്നാമത്തത് ഇത് KGC, കേരള ഗവൺമെന്റ് നടത്തുന്ന ഈ 2 കോഴ്സായിട്ട്. അപ്പോൾ 2 കാറ്റഗറി ആയിട്ട് തന്നെ മാറ്റം വരുത്താം. റെഡി അല്ലേ? അടുത്തത് നമുക്ക് എന്താക്കാം, ഈ ഒരു കോഴ്സിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് നോക്കിയാൽ, ഇനി നിങ്ങൾ പഠിക്കാൻ പോകാനല്ലോ ഇനി ഒരു 1-2 വർഷം കാലം നമ്മൾ ഓട്ടോമൊബൈൽ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, ഈ ഒരു കോഴ്സ് സ്പെസിഫിക് കോഴ്സ് എടുത്തതിനെ കൊണ്ട് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ആദ്യം തന്നെ MMB, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ എടുത്തിട്ടുള്ള കൂട്ടുകാരോട് പറയാനുള്ളത്, അവർ ഐ.ടി ട്രേഡ് ആണെന്ന് നമുക്കറിയാം. 2 വർഷത്തെ കോഴ്സാണ് നിങ്ങൾ എടുത്തിട്ടുണ്ടാവുക അല്ലേ. 2 വർഷത്തെ കോഴ്സ് നിങ്ങൾ എടുത്തിട്ടുണ്ടാവും. അതിൽ ഫോക്കസ് ചെയ്യുന്നതാണ് മെയിൻ്റനൻസ്, റിപ്പയറിംഗ്, സർവീസിംഗ്. അപ്പോൾ വേരിയസ് മോട്ടോർ വെഹിക്കിൾസ്, അപ്പോൾ ഓട്ടോമൊബൈലിലെ വിവിധങ്ങളായിട്ടുള്ള വണ്ടികളുടെ മെയിൻ്റനൻസ്, അതുപോലെ തന്നെ റിപ്പയറിംഗ്, സർവീസിംഗ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ടിപ്പിക്കലി 2 ഇയേഴ്സ് ആണ്, 2 വർഷത്തെ കോഴ്സാണ്. 2 വർഷം നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവുന്നതാണ് നിങ്ങളൊരു 2 വർഷത്തെ MMB കോഴ്സ് ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആയിട്ട്, അല്ലെങ്കിൽ കൂടുതലും മെയിൻ്റനൻസ്, റിപ്പയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആയിട്ട് മാറിയിട്ടുണ്ട് എന്നൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ എന്താ അടുത്ത കോഴ്സിനെ പറ്റി പറയുകയാണല്ലോ. അടുത്തതാണ് ഡീസൽ മെക്കാനിക്. സ്പെഷ്യലി പേര് കേട്ടോടെ തന്നെ ഡീസൽ വണ്ടികളുടെ റിപ്പയർസ്, മെയിൻ്റനൻസ് അങ്ങനെ റിലേറ്റ് ചെയ്യുന്ന ഒരു കോഴ്സാണ് ഡീസൽ മെക്കാനിക്. അത് 1 വർഷത്തെ കോഴ്സാണെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ അല്ലേ? 1 വർഷത്തെ 1 ഇയർ കോഴ്സാണെന്ന് മനസ്സിലാക്കി വെക്കാം. റെഡി അല്ലേ? അപ്പോൾ 1 വർഷത്തെ കോഴ്സാണ്. നേരത്തെ പറഞ്ഞോളം തന്നെ ഓപ്പറേഷൻസ്, മെയിൻ്റനൻസ് റിലേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റിപ്പയർ ഓഫ് ഡീസൽ എഞ്ചിൻസ്, മെഷീനറീസ് ലൈക്ക് അങ്ങനെയുള്ള എൻജിനിയർ ഭാഗങ്ങളെ ഈ ഒരു സിലബസിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടെണ്ണം MMB ആയാലും ഡീസൽ മെക്കാനിക്കും NCVT കോഴ്സാണെന്ന് മനസ്സിലാക്കണം. NCVT നാഷണൽ ട്രേഡിന്റെ കോഴ്സാണെന്ന് മനസ്സിലാക്കണം. കേരള ഗവൺമെന്റ് നടത്തുന്ന കോഴ്സാണ്. വിവിധങ്ങളായിട്ടുള്ള കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള ഐ.ടികളിൽ ഈ 2 കോഴ്സുകളുണ്ട്. അതിലുപരി KGC ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എടുത്തിട്ടുള്ള സ്റ്റുഡൻസ്, കേരള ഗവൺമെന്റ് അണ്ടറിൽ വരുന്ന സർട്ടിഫിക്കറ്റ് അണ്ടറിൽ വരുന്ന ഓട്ടോമൊബൈൽ എഞ്ചിനീയർ എടുത്തിട്ടുള്ള കുട്ടികൾ, അവർ 2 വർഷത്തെ കോഴ്സാണ് എടുത്തിട്ടുള്ളത്. 2 ഇയർ വൊക്കേഷണൽ സർട്ടിഫിക്കറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അതിനെന്തൊക്കെയുണ്ട്? നേരത്തെ പറഞ്ഞ തന്നെ മെയിൻ്റനൻസിന്റെ, ഡീസൽ വണ്ടികളെയും പെട്രോൾ വണ്ടികളെയും റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സർവീസിംഗും മെയിൻ്റനൻസും ആ ഒരു കോഴ്സിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഇതിൽ കൂടുതൽ മനസ്സിലാക്കാൻ 2 വർഷത്തെ കോഴ്സാണ് ഒരിക്കൽ കൂടി പറഞ്ഞത്. ഇതിൽ OJT, ഓൺ ജോബ് ട്രെയിനിങ്, അതുപോലെ തന്നെ ഇന്റേൺഷിപ്പ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ആണ്. വിവിധങ്ങളായിട്ടുള്ള നേരത്തെ പറഞ്ഞ തന്നെ കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള ഐ.ടികളിൽ ഇത് പ്രൊവൈഡ് ആണ്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെതായിട്ടുള്ള വാല്യൂഷനുള്ള സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഏറ്റവും പരമപ്രധാനമായിട്ട് നിങ്ങൾ കാലെടുത്ത് നോക്കുന്നത് ഓട്ടോമൊബൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ലോകത്തിൽ ഏറ്റവും സ്പീഡായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു എഞ്ചിനീയർ മേഖലയിലേക്കാണെന്ന് മനസ്സിലാക്കുക. കാരണം നമുക്ക് നമ്മുടെ നിരത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കുക, അത്രയും ലാബറേറ്റ് ആയിട്ട് അത്രയും ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എന്ന് മനസ്സിലാക്കി വെക്കാം. അടുത്തത് എന്താണ്? നമുക്ക് നോക്കേണ്ടത് ഓപ്പർച്യൂണിറ്റീസ്. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു വീഡിയോ കാണാനുള്ള കാരണം എന്താണ്? ഈ ഒരു ഭാഗം കൂടുതൽ എന്താക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു ഭാഗം മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, ഓട്ടോമൊബൈൽ എടുത്തതിനെ കൊണ്ട് സാറേ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് ചോദിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം ഉള്ളത്, ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ഞാൻ നേരത്തെ NCVTയും KGCയും 2 ആയിട്ട് മാറ്റിയോളം തന്നെ ഇതിനെയും ഞാൻ എന്താക്കാം 2 കാറ്റഗറി ചെയ്യാം. ഈ ഒരു ലൈൻ്റെ റൈറ്റ് സൈഡിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ, ഓക്കെ, സെൻട്രൽ ഗവൺമെന്റിനും, ഈ ഒരു ലൈൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് എന്താക്കാം കേരള ഗവൺമെന്റിന്റെയും പോസ്റ്റുകൾ, ജോബ് പോസ്റ്റുകൾ, ഗവൺമെന്റ് നടത്തുന്ന ഗവൺമെന്റ് ജോബുകളിലേക്കുള്ള പോസ്റ്റുകളാണ് ഞാൻ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒരിക്കൽ കൂടി പറഞ്ഞത്, ഈ ഒരു ലൈൻ്റെ റൈറ്റ് സൈഡ് നമ്മൾ കേന്ദ്ര ഗവൺമെന്റിന്റെയും, ലെഫ്റ്റ് സൈഡിൽ കേരള ഗവൺമെന്റ് PSC, നമുക്ക് എല്ലാവർക്കും അറിയാൻ പോലെ തന്നെ PSC വിളിക്കുന്ന പോസ്റ്റുകളാണ് ഓട്ടോമൊബൈൽ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, കേന്ദ്ര ഗവൺമെന്റിന്റെ പോസ്റ്റിലേക്ക് നോക്കാം. അവിടെ ആദ്യം തന്നെ ISROയിലേക്കാണ്. കറന്റ് ISRO ഓട്ടോമൊബൈൽ എഞ്ചിനീയേഴ്സിന് ട്രേഡ്സ്മാൻ ആയിട്ടും, അതുപോലെ തന്നെ എഞ്ചിനീയർ ഇൻസ്ട്രക്ടർ ഗ്രേഡിലുള്ള, അതുപോലെ തന്നെ ടെക്നീഷ്യൻ ലെവലിലേക്കുള്ള അങ്ങനെയുള്ള പല പോസ്റ്റുകളിലേക്കും എന്താക്കാറുണ്ട്, ISRO പോസ്റ്റിൽ വിളിക്കാറുണ്ട്. ടെക്നീഷ്യൻ A, B എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് ഓട്ടോമൊബൈൽ എഞ്ചിനീയേഴ്സിനെ വിളിക്കാറുണ്ട്. അത് ITയിൽ ഉണ്ടാവും, BTech ഉണ്ടാവും, ഡിപ്ലോമ ഉണ്ടാവും. അപ്പോൾ അതിന്റെ ക്ലാസിഫിക്കേഷൻ ലെവൽ വ്യത്യാസപ്പെടുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ എഞ്ചിനീയർ ആയിട്ടും അതുപോലെ തന്നെ ടെക്നീഷ്യൻ ആയിട്ടും ഡ്രൈവർ ആയിട്ടും ഒക്കെ ISRO നമ്മുടെ ഇന്ത്യയിലെ അഭിമാനമായിട്ടുള്ള സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ഒരു ഭാഗമാകാൻ നമുക്ക് ഇതിലൂടെ സാധിക്കും. ഇതിന്റെ എക്സാം എഴുതിയാൽ തന്നെ മനസ്സിലാക്കും. നേരിട്ടാണ് ഈ ഒരു എക്സാം ഒക്കെ നടന്നത്. അടുത്തത് ഇന്ത്യൻ റെയിൽവേ. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽദാതാക്കളാണ് ഇന്ത്യൻ റെയിൽവേ, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഇന്ത്യൻ റെയിൽവേനെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ജോബാണ് ലോക്കോ പൈലറ്റ്. അപ്പോൾ ലോക്കോ പൈലറ്റ് പോലുള്ള പല ജോബുകൾക്കും നമുക്കിത് യൂസ്ഫുൾ ആണ്, ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് യൂസ്ഫുൾ ആണെന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ അവിടെ പിന്നെ വരാൻ പോകുന്നത് ഇന്ത്യൻ ആർമിയിലേക്കാണ്. ആർമിയുടെ ടെക്നിക്കൽ പോസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമിയുടെ ടെക്നിക്കൽ വിങ്ങിലേക്കുള്ള, ഓട്ടോമൊബൈൽ വിങ്ങിലേക്കുള്ള ഭാഗങ്ങളിലേക്ക് നമുക്ക് ഈ ഒരു പോസ്റ്റ് എന്താക്കാൻ പറ്റും, അപേക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. റെഡിയല്ലേ? ഇനി അതേപോലെ തന്നെ ആർമി പോലെ തന്നെ എയർഫോഴ്സ് ഉണ്ടാവും. പിന്നെ അത് വേരിയസ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആവും. ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് നമുക്ക് ഇത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എടുത്തുകൊണ്ട് അപേക്ഷിക്കാൻ, എക്സാമിൽ എഴുതാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് എക്സാമിൽ ജയിച്ചു കഴിഞ്ഞാൽ എന്താക്കാൻ പറ്റും, നല്ലൊരു സാലറി ഹൈക്കിൽ, നല്ലൊരു സാലറി നമുക്ക് പ്ലേസ് ആവാൻ പറ്റും. അതായത് നല്ലൊരു സാലറി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ജോലിന്റെ വാല്യൂ നമുക്കറിയാലോ, ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. അതുപോലെ തന്നെ ലെഫ്റ്റ് ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ കേരള ഗവൺമെന്റ് നടത്തുന്ന പോസ്റ്റുകളാണ് മനസ്സിലാക്കിയത്. അപ്പോൾ കേരള ഗവൺമെന്റ് നടത്തുന്ന പോസ്റ്റുകൾ എന്തൊക്കെയാണ്? ടെക്നീഷ്യൻ. അപ്പോൾ ഓട്ടോമൊബൈൽ ലെവലിലേക്ക് നോക്കി കഴിഞ്ഞാൽ ടെക്നീഷ്യൻ ലെവലിലേക്ക്, വേരിയസ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ടെക്നീഷ്യൻ ലെവലിലേക്ക് നമുക്ക് വിളിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഓപ്പറേറ്റർ, ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റി ഓട്ടോമൊബൈലിന്റെ ഒരു ആവശ്യകത സാധാരണ കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ,
ഓക്കെ അല്ലേ. ട്രേഡ്സ്മാൻ എന്ന് പറയുന്നത് ഓട്ടോമൊബൈലിന്റെ ട്രേഡ്സ്മാന്റെ ലെവലിലേക്ക്. അപ്പോൾ നിങ്ങൾക്കറിയാലോ നമ്മുടെ ട്രേഡ്സ്മാൻ ഓട്ടോമൊബൈൽ മാത്രമല്ല വേരിയസ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് വിളിക്കാറുണ്ട്. ഓക്കെ, വെൽഡിംഗ് പോലെ അങ്ങനെ പലതരം ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിക്കാറുണ്ട്. അതിലൊക്കെ നമുക്ക് ഇതിലൂടെ എന്താക്കാൻ പറ്റും, അപേക്ഷ കൊടുക്കാൻ പറ്റും, അതുപോലെ തന്നെ എക്സാം എഴുതാൻ പറ്റും. പിന്നെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള ഐ.ടികളിലും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജിലും ഡിപ്ലോമ കോളേജുകളിലേക്കും വർക്ക്ഷോപ്പിൽ ഇൻസ്ട്രക്ടറായിട്ട്, ഓക്കെ, എസ്പെഷ്യലി ഐ.ടിയിലാണെങ്കിൽ ഐ.ടി ഇൻസ്ട്രക്ടറായിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, ഈ ഒരു കോഴ്സ് എടുത്തത് കൊണ്ട് പഠിക്കാൻ പറ്റും. പിന്നെ ടെക്നിക്കൽ അസിസ്റ്റന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക്, അതുപോലെ തന്നെ പോലീസ് വിങ്ങിൽ, അതിലൊക്കെ ഓട്ടോമൊബൈൽ വിഭാഗത്തിൽ നമുക്ക് എന്താക്കാൻ പറ്റും. ഇത് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കുറച്ചുകൂടി ടോപ്പിക്കാണ്. ഇതിനെക്കാളും കൂടുതൽ എന്താവാറുണ്ട് ജോലി സാധ്യതകളുണ്ട്. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീഡിയോ വളരെ ലോങ് ആയി പോകും. മനസ്സിലായോ? ഏകദേശം മനസ്സിലാക്കി അടുത്ത് നോക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഗവൺമെന്റ് ജോലിക്ക്. ഇപ്പം നമ്മൾ നിന്റെ കൂട്ടുകാർ കുറേ ആൾക്കാർ പറഞ്ഞിട്ട് സാറേ ഞാൻ ഈ ഒരു ഐ.ടി എടുക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പ്ലസ് ടുവിലും അതുപോലെ തന്നെ മുമ്പ് പഠിച്ച കോഴ്സൊക്കെ എനിക്ക് വലിയ മാർക്കുകളില്ലാത്ത രീതിയിലാണ് ഞാൻ ഐ.ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സാർ ഞാൻ എന്താ ചെയ്യുക എന്ന് പറയുന്ന കുട്ടികൾക്ക്, അങ്ങനെ ചിന്തിക്കുന്നത്, അങ്ങനെ ചിന്തിച്ചിട്ട് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിൽക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ലൈഡ് ഞാനിവിടെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇവിടെ പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എത്തിയെന്നല്ല, ഇനി അങ്ങോട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുന്നത്, അതാണ് ചിന്തിക്കുന്നത് മക്കളെ. അപ്പോൾ മനസ്സിലാക്കി വെക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, അതുപോലെ തന്നെ അതിൽ ചെയ്യേണ്ടത് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യണം ആദ്യം തന്നെ. അതുപോലെ തന്നെ നമ്മുടെ നോളജ് സ്കില്ല് കുറച്ചുകൂടി ഉണ്ടാക്കണം, ഒരു ഇലാബറേറ്റ് ആക്കണം, കുറച്ചുകൂടി ഇതാക്കണം. പിന്നെ ബേസിക് സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യണം. ഇത്തരത്തിൽ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താക്കാൻ പറ്റും, നമ്മളുടെ ഗവൺമെന്റ് ജോലിയിലേക്ക് എത്തിപ്പെടാൻ പറ്റും. ഇനി അടുത്ത ചോദ്യം വരുന്നത്, സാറേ ഇനി എങ്ങനെയാണ് ഈ ഗവൺമെന്റ് ജോലിയിലേക്ക് എത്തുക, എപ്പോഴാണ് എത്തുക? അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങളിപ്പോൾ 2 വർഷത്തെ കോഴ്സ് എടുത്തു, 1 വർഷത്തെ കോഴ്സ് എടുത്തു, ഈ 2 കാലയളവ് ഉണ്ടല്ലോ, 2 വർഷത്തെ കോഴ്സ് എടുത്തുകൊണ്ടുണ്ടാവും, 1 വർഷത്തെ കോഴ്സ് ഡീസൽ മെക്കാനിക്, 1 വർഷത്തെ കോഴ്സ് ഉണ്ട്. ഈ 2 കാലയളവ് പഠിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും PSCക്ക് പോലുള്ള ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ വീണ്ടും നമ്മൾ 2, 3, 4 വർഷം അവിടെ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ടൈം നമ്മുടെ ലൈഫിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഗ്രാവിറ്റി ലെനിങ്സിൽ നിങ്ങൾക്ക് ഐ.ടി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്, ഐ.ടി ഓട്ടോമൊബൈൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ അല്ലേ, ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ. ആ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരുടെ PSC ലെവൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാം. എപ്പോൾ, ഏത് സമയത്താണ്, നിങ്ങൾ ഐ.ടി പഠിക്കുന്ന സമയത്ത്, ഐ.ടി പഠിക്കുന്ന കൂടെ തന്നെ PSC ലെവലിലേക്ക് ആപ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ട്രെയിൻ ചെയ്യുന്ന ഒരു കോമ്പറ്റീറ്റീവ് ഫീൽഡിലേക്ക് നമ്മൾ ഇറങ്ങാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോക്ക് ഡ്രില്ലൊക്കെ കൂടിയിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മൾ ഗ്രാവിറ്റി ലേണിംഗ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ച് ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. ഇതിലെ അപ്പോൾ നമ്മൾ ഗ്രോത്ത് മൈൻഡ് സെറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ നമ്മൾ എന്താ വേണ്ടത്, നമ്മൾ ഇനി എന്തായി ചെയ്യുന്നത്, നമ്മൾ ഇനി മുന്നോട്ട് പോകണം, നമ്മൾ ഇനി എങ്ങനെയാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. കുറേ പഠിച്ചും അതുപോലെ തന്നെ വീണ്ടും PSC ക്ലാസ്സിലേക്ക് ഇരുന്ന് കുറേ ടൈം വേസ്റ്റ് ചെയ്തിട്ടാണ് ഗവൺമെന്റ് ജോലിയിലേക്ക് എത്തുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ലെവലിൽ പഠിച്ച് PSC ലെവലിലേക്ക് പഠിച്ചിട്ട് വീണ്ടും പഠിച്ച് കഴിഞ്ഞിട്ട് 1 വർഷത്തിനുള്ളിൽ ഒരു PSC പോസ്റ്റിലേക്ക് എത്തിപ്പെടാൻ വേണ്ടത് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ പവർഫുൾ ആയിട്ട് നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുത്തിട്ട് നമുക്ക് ഇത്രയും കാലം നിങ്ങൾ എന്താണോ ആയിട്ട് അത് മാറ്റി വെച്ചിട്ട് അതിശക്തമായിട്ട് നമുക്ക് മുന്നോട്ട് വരേണ്ടതുണ്ട്. അപ്പോൾ ഏകദേശം ഞാൻ ഗ്രോത്ത് മൈൻഡ് സെറ്റിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി വിചാരിക്കുന്നു. അപ്പോൾ മനസ്സിലാക്കി മക്കളെ, ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, ഇനി വേണ്ടത് നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പാണ്. ആ ഉയർത്തെഴുന്നേൽപ്പിൽ നമ്മൾ ഇത്രയും കാലം തള്ളി പറഞ്ഞവരൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ കൊണ്ട് അഭിമാനം കൊള്ളുന്ന ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുക, ആ ഒരു പങ്ക് ക്രിയേറ്റ് ചെയ്യുക, ആ ഒരു ലെവലിലേക്ക് നമ്മൾ വരിക എന്നുള്ളതാണ് അടുത്ത് നോക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്കില്ല്, നമ്മളിപ്പോൾ നിലവിൽ ഏത് ലെവലിൽ തോറ്റ് വന്നിട്ടാണ്, സപ്ലൈ അടിച്ച് വന്നവരാണ്, ഫസ്റ്റ് തോറ്റ് വന്നവരാണ്, ഏതാണെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇനി മുന്നോട്ട് എങ്ങനെ ചിന്തിക്കാൻ പറ്റും. ഓൾറെഡി ഐ.ടി അപേക്ഷ കിട്ടി, അഡ്മിഷൻ കിട്ടി കഴിഞ്ഞു, അപ്പോൾ സെലിബ്രേഷൻ കഴിഞ്ഞ് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. ഇനിയുള്ള കാലം നമ്മൾ എന്തായി തീരണം, നമ്മൾ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് വെക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ പഠിച്ച് കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ ഒരു PSC, ആ ഒരു ലക്ഷ്യം മനസ്സിൽ ശക്തമായിട്ട് വെക്കുക, മുന്നോട്ട് പോകാം, മുന്നോട്ട് ചിന്തിക്കുക. ഇത്രയും കാലം നിങ്ങൾ സപ്ലൈ അടിച്ചിട്ടോ തോറ്റിട്ടോ അല്ലെങ്കിൽ പഠിക്കാതെ വന്നതല്ല. ഇനി അങ്ങോട്ട് എങ്ങനെയാണ് മക്കളെ നിങ്ങളുടെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്നത്, ടൈം വേസ്റ്റ് ചെയ്യാതെ 1 വർഷത്തിനുള്ളിൽ PSC പഠിക്കുന്ന ആ ഒരു ലെവലിലേക്ക് എത്തുക. ഓക്കെ അല്ലേ, അത് തന്നെയാണ് സ്കില്ലിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താണ്, ഒരു സ്റ്റഡി പ്ലാൻ. നമുക്ക് ഇത്രയും കാലം നമ്മുടെ ഫാൾട്ട് എന്താണ്, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ നമുക്ക് ഇല്ലാതായി പോയി അല്ലേ. സിസ്റ്റം നമ്മൾ പഠിക്കുന്നു, വീട് മൊബൈൽ കളിക്കുന്ന മറ്റേതെങ്കിലും ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്ന സാഹചര്യം വരുന്നു. അപ്പോൾ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ കിട്ടേണ്ടതുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള, നമ്മളെ തള്ളി പറഞ്ഞിട്ടുള്ള എല്ലാവരെയും അടിച്ച് പാതാളത്തിലേക്ക് എത്തിക്കുന്ന ലെവലിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്ന ലെവലിലേക്ക് എത്തണം. ഓക്കെ അല്ലേ, സ്കില്ലുകൾ നമുക്ക് എല്ലാവർക്കും ഉള്ള സ്കില്ലിനാണ്. ആ സ്കില്ല് നമ്മൾ മുകളിൽ പൊടി തട്ടിയെടുക്കുന്ന ആ ഒരു ലെവലിലേക്ക് എത്തണം എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ അല്ലേ, ഇനി നമുക്ക് എന്താ ഗ്രാവിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഗ്രാവിറ്റി ലേണിംഗിന്റെ ഫൗണ്ടേഷൻ ബാച്ചിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുതരാം. ഗ്രാവിറ്റി ലേണിംഗിന്റെ ഫൗണ്ടേഷൻ ബാച്ചിലൂടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നിങ്ങളുടെ തിയറി, ഇപ്പം പഠിക്കുന്ന തിയറി. ഓക്കെ അല്ലേ, ഇപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ തിയറിയാണ് നിങ്ങൾക്ക് എന്താകുന്നത്, PSC കോമ്പറ്റീറ്റീവ് എക്സാമുകളിൽ, PSC ആയാലും RRB ആയാലും SSC ആയാലും വിവിധങ്ങളായിട്ടുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിന്റെ ഫണ്ടമെന്റൽ ബേസിക് ഈ തിയറിയാണ് മനസ്സിലാക്കുക. പക്ഷേ നമ്മൾ ഇവിടെ എക്സാമിന് വേണ്ടി പഠിക്കുന്ന ലെവലിൽ ഒരിക്കലും പ്രിപ്പയർ ചെയ്ത് ആ ഒരു ലെവലിൽ പ്രിപ്പയർ ചെയ്താൽ ഒരിക്കലും PSC കോമ്പറ്റീറ്റീവ് എക്സാമിന് നമുക്ക് നല്ല രീതിയിലുള്ള മാർക്കുകൾ കിട്ടാൻ സാധ്യത കുറവാണ്, നല്ല കുറവാണെന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പം നമ്മളിപ്പോൾ പഠിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ നോട്ട് പഠിച്ചു, ആ നോട്ട് പഠിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും പഠിച്ച് കഴിഞ്ഞ 1 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഇത് പഠിക്കുമ്പോൾ നമുക്ക് ഒരു ലാഗ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഐ.ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്താ വേണ്ടത്, ഒരു നല്ല ലെവലിലുള്ള കോമ്പറ്റീറ്റീവ് ലെവലിലെ ഒരു എക്സാമിലേക്ക് നമ്മൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യാം. തിയറി സെക്ഷൻ, അതാണ് തിയറി സെക്ഷനിൽ ഗ്രാവിറ്റി ലേണിംഗ്സ് നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു ഫൗണ്ടേഷൻ ബാച്ചിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നിങ്ങളുടെ ഒരു ട്യൂഷൻ ലെവലിലേക്കും അതുപോലെ തന്നെ നിങ്ങൾ ഐ.ടി പഠിക്കുന്ന ആ ഒരു എക്സാം ലെവലിലുള്ള ക്വസ്റ്റ്യനുകളും, അതുപോലെ തന്നെ PSC കഴിഞ്ഞ വർഷങ്ങളിലായിട്ട്, മുൻ വർഷങ്ങളിലായിട്ട്, RRB മുൻ വർഷങ്ങളിലായിട്ട്, ISR മുൻ വർഷങ്ങളിലായിട്ട്, ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള, എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള എൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 1 by 1 ഒരു കുട്ടിയെ പഠിക്കുന്ന രാഘവത്തിൽ 1 by 1 നമ്മൾ പഠിച്ചിട്ട് 0 നിന്ന്
100ലേക്ക് എത്തിത്തരുന്ന രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഒരു സ്റ്റഡി പ്ലാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെയിലി വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ നമ്മൾ നടത്തുന്നുണ്ട്. ഇതിലൂടെ എന്താ യൂസ്ഫുൾ എന്ന് മനസ്സിലായോ? ഇതിലൂടെ നമുക്ക് എന്താക്കാം നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ തന്നെ സ്കിൽ ഡെവലപ്മെന്റ് നമുക്ക് ഇവിടെ നടത്താൻ പറ്റും എന്ന് മനസ്സിലാക്കി വെക്കുക. റെഡി അല്ലേ? അടുത്തത് 1-to-1 മെന്റർഷിപ്പ് ആണ്. നിങ്ങൾക്ക് കുറേ സംശയങ്ങൾ ഉണ്ടാവും മനസ്സിലായിട്ടുണ്ട്. കാരണം ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും ഇപ്പോൾ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാവും. ആ ഒരു സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് മെന്റേഴ്സിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ആ സപ്പോർട്ടിലൂടെ നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ സ്റ്റഡി പ്ലാനുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അവരോട് ഷെയർ ചെയ്യുക. അതായത് സ്റ്റഡി പ്ലാനുകൾ നിങ്ങളെയും കാലം നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയിലുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ എന്തെങ്കിലും തിയററ്റിക്കലായിട്ടോ ക്വസ്റ്റ്യൻ പേപ്പറുകളായിട്ടോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ മെന്റർഷിപ്പിലൂടെ നമുക്ക് എന്താക്കാൻ പറ്റും, അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ PSC സപ്പോർട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കേരള ഗവൺമെന്റ് PSC ലെവലിലേക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമ്മൾ ഈ ഒരു ലെവലിൽ പഠിക്കുന്നുണ്ട് മനസ്സിലാക്കാം. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ ഇത്രയും ടൈമിൽ ഫുള്ള് കണ്ടിട്ട് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഇത്രയും കാര്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇനിയുള്ള സംശയങ്ങൾ എപ്പോഴാണ് ഈ ഒരു ഫൗണ്ടേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈ ഫൗണ്ടേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 15 തീയതിയാണ്. ഓക്കെ അല്ലേ? സെപ്റ്റംബർ 15 തീയതി നമ്മുടെ ഫൗണ്ടേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിലവിൽ 2 ഫൗണ്ടേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പുതിയൊരു ബാച്ചിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്റ്റംബർ 15 തീയതി ഓക്കെ അല്ലേ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ സമയക്രമങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെയിലി നമ്മൾ എപ്പോൾ ക്ലാസ് എടുക്കുന്നുണ്ട് 8 PM നമ്മൾ ക്ലാസ് എടുക്കുന്നത് മനസ്സിലാക്കി വെക്കാം. 8 മണിക്ക് ക്ലാസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 1 മണിക്കൂർ തിയറി ക്ലാസ്സുകളും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഗ്രൂപ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ മോക്ക് ഡിസ്കഷൻ അതുപോലെ തന്നെ നമ്മുടെ ആപ്പിൽ നമ്മുടെ റെക്കോർഡ് ആയിട്ടുള്ള വീഡിയോ സെഗ്മെന്റുകൾ അത് കണ്ടിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ മെന്റേഴ്സിന്റെ ക്വസ്റ്റ്യനിങ് അതുപോലെ തന്നെ മെന്റേഴ്സിന്റെ ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻ ഒക്കെ നമുക്ക് ഇതിലുണ്ട് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത സംശയം എന്താണ്, എങ്ങനെയാണ് ഈ ഒരു ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുക? സാറേ ഞാൻ എങ്ങനെയാണ് ഈ ഒരു ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുക? എനിക്ക് എങ്ങനെയാണ് എൻ്റെ സ്റ്റഡി പ്ലാനുകൾ ഷെഡ്യൂൾ ചെയ്യാം? അപ്പോൾ ഇവിടെ ജോയിൻ ചെയ്യാനുള്ളത് നിങ്ങൾ വാട്സപ്പിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾ പേഴ്സണൽ വാട്സപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് നമ്മുടെ ഗ്രാവിറ്റി ലേണിംഗ്സിന്റെ ഫൗണ്ടേഷൻ ബാച്ചിന്റെ അടുത്ത ബാച്ചിന്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഗ്രൂപ്പിലേക്ക് നേരിട്ട് ജോയിൻ ചെയ്തിട്ട് അതിലുള്ള മെന്റേഴ്സുമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ ഓട്ടോമൊബൈൽ സ്റ്റുഡൻസിന് ഓട്ടോമൊബൈൽ എടുത്തിട്ടുള്ള മുഴുവൻ കുട്ടികൾക്കും ഇതൊരു ഹെൽപ്ഫുൾ ആയ വീഡിയോ ആണെന്ന് മനസ്സിലായിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോ കാണുന്നത് സ്റ്റേ ട്യൂൺ.